എല്ലാവർക്കും പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം. അപ്പം ഇപ്പം സമയം ഉച്ചയ്ക്ക് 2:30 ആയിട്ടുണ്ട് കേട്ടോ. അപ്പം ഈ സമയത്ത് എന്താ അടുക്കളയെന്നായിരിക്കും നിങ്ങൾ ചിന്തിക്കുന്നത് അല്ലേ? നമ്മുടെ കുട്ടി പട്ടാളം സ്കൂളിൽ നിന്ന് വരുമ്പോഴേ കൊടുക്കാൻ നമുക്ക് എന്തെങ്കിലും സെറ്റാക്കണ്ടേ? അപ്പം ഞാൻ ഓർത്തു ഉള്ളിവട ഉണ്ടാക്കാൻ ഓർത്തു. അങ്ങനെ എപ്പോഴും പലഹാരം ഒന്നും അങ്ങനെ ഉണ്ടാക്കത്തൊന്നുമില്ല കേട്ടോ. ഇഷ്ടമാണ്, ഒന്നാമത്തെ കാര്യം സമയം കിട്ടത്തില്ല. ഇപ്പം എല്ലാം എളുപ്പ വഴിയല്ലേ. പുറത്തോട്ടെങ്ങാനും പോകുമ്പോൾ ഉള്ളിവടയോ ഏത്തയ്ക്കാപ്പോ മുട്ട ബജ്ജി എന്തെങ്കിലും ഇങ്ങനെ വാങ്ങിച്ചുകൊണ്ട് കൊടുക്കും. ഇല്ല പിന്നെ കൂടുതൽ ഞാൻ ചെയ്യുന്നത് കൊഴുക്കട്ട, അട, സോറി കേട്ടോ ഒച്ചയടപ്പ്, അട, അവൽ നനയ്ക്കുക, രാവിലത്തെ പുട്ട് ബാലൻസ് ഉണ്ടെങ്കിൽ അത് നെയ്ക്കകത്ത് കുറച്ച് ഏലക്കയും പഞ്ചസാരപ്പൊടിയും ഏലക്കാപ്പൊടിയും പഞ്ചസാരപ്പൊടിയും നേട്ട് വന്നത് എല്ലാം കൂടി ഇട്ടൊന്ന് മൂപ്പിച്ചിട്ട് അവലൂസ് പൊടിയാക്കിയിട്ട് അങ്ങനെ കൊടുക്കും. ദോശമാവ് ഉണ്ടെങ്കിൽ സ്കൂളിൽ പോയിട്ട് വരുമ്പം കുട്ടി ദോശയെന്നും പറഞ്ഞിട്ട് ചുട്ടൊക്കെ കൊടുത്ത് അങ്ങനെ ഇതാക്കും. സ്കൂളിൽ പോയിട്ടൊന്ന് ചോറ് കഴിക്കുന്ന ഇവിടെ കുറവാണ്, അവർക്ക് മടിയാട്ടോ ചോറ് കഴിക്കാനായിട്ട്. പിന്നെ രാവിലത്തെ പലഹാരം എന്തെങ്കിലും ബാലൻസ് ഉണ്ടെങ്കിൽ ഞാൻ അത് തന്നെ വൈകിട്ട് അങ്ങ് കൊടുക്കും. പ്രത്യേകിച്ചൊന്നും ഉണ്ടാക്കാൻ നിൽക്കത്തില്ല. എങ്കിലും ടി വി കാണുമ്പോഴൊക്കെ എന്തെങ്കിലും കുറിക്കണമെന്നാണെങ്കിൽ ബിസ്ക്കറ്റോ അങ്ങനെ എന്തെങ്കിലും കാണും, അതേ ഉള്ളൂ. അപ്പോൾ ഇന്ന് ഞാൻ ഓർത്തെങ്കിൽ അവർക്ക് ഉള്ളിവട ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഉള്ളിവട സെറ്റാക്കാമെന്ന് ആലോചിച്ചു. വേറെ ഞാൻ മുമ്പ് ഉള്ളിവട ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ എപ്പോഴും ചെയ്യുന്നതല്ല, എനിക്ക് അറിയാവുന്ന രീതിയിൽ വീട്ടിലുള്ള സാധനങ്ങളൊക്കെ വെച്ചിട്ടാട്ടോ ചെയ്യുന്നത്. അപ്പോൾ അതൊരു വീഡിയോ ആക്കാമെന്ന് കരുതി. അപ്പോൾ ആദ്യമായിട്ട് എൻ്റെ വീഡിയോ കാണുന്നവരാണെങ്കിൽ ചാനലൊന്ന് സബ്ബാക്കുകയും കമൻറ്റ് നല്ല കമൻറ്റുകളൊക്കെ അറിയിക്കുക, ഹൈപ്പ് തരാനും മറക്കരുത്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. വീഡിയോ ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്നതാണ്, കുഞ്ഞൊരു ചാനലാണ്. എന്തെങ്കിലും പാകപ്പിഴകൾ ഒക്കെ ഉണ്ടെങ്കിൽ പൊരുത്തപ്പെട്ട് മുന്നോട്ട് പോകാൻ പറ്റിയ നിർദ്ദേശങ്ങളൊക്കെ നിങ്ങൾക്കും വെക്കാം. ഇഷ്ടപ്പെടുന്നവരൊക്കെ സപ്പോർട്ട് ചെയ്യുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. എനിക്ക് ഇനി വലുതായിട്ടൊന്നും പറയണമെന്ന് എനിക്ക് അറിയത്തില്ല കേട്ടോ. എല്ലാവരെ പോലെ ഹലോ ഗൈസ് വെൽക്കം ആ സംഭവമൊന്നും എനിക്ക് അറിയത്തില്ല. ഞാൻ സാധാരണ ഒരു വീട്ടമ്മയാണ്. അപ്പം എൻ്റെതായ രീതിയിൽ ഞാൻ ഉള്ളിവട ഉണ്ടാക്കാൻ പോവാം. അപ്പോൾ നമുക്കത് എങ്ങനെയാണെന്ന് നോക്കിയിട്ട് വരാം. അപ്പം ഞാനിവിടെ ഒരു 3 സബോള എടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഒരു പകുതി സബോളയും കൂടെ ഉണ്ട്, അത് ഞാൻ രാവിലെ ഉപയോഗിച്ചതിൻ്റെ ബാക്കിയാണ്. അപ്പോൾ ഇത് നമുക്ക് നന്നായിട്ട് കഴുകിയിട്ട് കുഞ്ഞായിട്ട് അരിഞ്ഞെടുക്കണം കേട്ടോ. എന്തോരം നൈസായിട്ട് അരിയാൻ പറ്റുമോ അത്രയും നൈസായിട്ട് അരിയുക. അപ്പോൾ നമുക്കിത് വേഗം തന്നെ അരിഞ്ഞൊക്കെ അങ്ങ് എടുക്കാം. ഏട്ടനുണ്ടെങ്കിൽ ഏട്ടൻ ഇതൊക്കെ അരിഞ്ഞ് തരും കേട്ടോ, എളുപ്പത്തിന് വേണ്ടിയിട്ട്. ഞാനിതൊക്കെ അരിഞ്ഞ് തരുമ്പം കണ്ണിൽ നിന്നൊക്കെ വെള്ളമെല്ലാം വന്നൊരു പരുവാകും. അപ്പം ഞാൻ ദേ ഇങ്ങനെ അരിഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ. അത്രയും നൈസൊന്നും ആയില്ലെന്ന് തോന്നുന്നു. ഒരെണ്ണം അരിഞ്ഞ് കഴിഞ്ഞപ്പോഴേ കണ്ണിൽ നിന്ന് കുടുകുടാന്ന് ചാടാൻ തുടങ്ങി. പിന്നെ ഞാൻ ഒരു വിധത്തിലൊക്കെ ഒപ്പിച്ചെടുത്ത്, എങ്കിലും ആ 3-3.5 സബോള അരിഞ്ഞപ്പോഴത്തേക്ക് നമുക്ക് ഇത്രയും സബോള കിട്ടിയിട്ടുണ്ട് കേട്ടോ. കുറച്ച് കൂടുതലൊക്കെ വേണ്ടവർക്കാണെങ്കിൽ കുറച്ചും കൂടെ സബോളയൊക്കെ കൂട്ടിയിട്ട് എടുത്താൽ മതിയേ. ഇതിപ്പം ഞാൻ വളരെ കുറച്ചേ എടുത്തിട്ടുള്ളൂ. ഞങ്ങൾ 2-3 പേരല്ലേ ഉള്ളൂ, അതുകൊണ്ടാണ് കേട്ടോ. ഇനിയിപ്പോൾ ഏട്ടനും വൈകിട്ട് കാണത്തില്ല, ഞങ്ങൾക്ക് 3 പേർക്കും ആവശ്യത്തിനുള്ള എടുത്തിട്ടുള്ളൂ കേട്ടോ. അപ്പം ഒത്തിരി വേണ്ടവർക്കാണെങ്കിൽ സബോളയും ബാക്കി സാധനങ്ങളൊക്കെ ഇച്ചിരി കൂട്ടി അങ്ങ് എടുത്താൽ മതിയേ. പിന്നെ എപ്പോഴും ഒന്നും ഉണ്ടാക്കാത്തതുകൊണ്ടും വല്ലപ്പോഴും ഉണ്ടാക്കുന്നതുകൊണ്ടും ദൈവമേ ഇത്തവണയെങ്കിലും നന്നാവണേ എന്നുള്ള പ്രാർത്ഥനയിലാട്ടോ ഞാനിത് ചെയ്യാൻ തുടങ്ങുന്നത്. ക്യാമറ എടുത്തപ്പോൾ മാറിപ്പോയി, അതാണ് കേട്ടോ ചെറിയ ഷോട്ടിൽ വന്ന് കിടക്കുന്നത് സബോള അരിഞ്ഞത്. അപ്പം ഈ സബോള നമുക്ക് നല്ല രീതിയിൽ ഉപ്പും ഇട്ട് കുഴച്ചങ്ങ് എടുക്കണം. എൻ്റെ കയ്യിലൊരു പാട് കണ്ടോ, അത് ഈ അടുക്കള കയറുന്നതിൻ്റെ അടയാളങ്ങളാണ് കേട്ടോ. എവിടെയോ കൊണ്ട് പൊള്ളിയതാണ്, ഇപ്പോൾ അത് പുറത്തേ. അപ്പം നല്ല വൃത്തിയായിട്ട് ഞാൻ കൈ കൊണ്ട് ഉപ്പും കൂടി ഇട്ടിട്ട് നല്ല രീതിയിൽ അങ്ങ് കുഴച്ചെടുക്കുക. ഇത് കുഴച്ച് കുറച്ച് സമയം റെസ്റ്റ് ചെയ്യാൻ വെക്കുമ്പോഴത്തേക്കും ഈ ഉള്ളിയുടെ നീരും ഉപ്പും കൂടെ ആയിട്ട് ഇറങ്ങി വരുവേ. ആ ഒരു നീര് പാത്രത്തിൽ കാണും. നമുക്ക് ആ പാത്രത്തിലെ വെള്ളത്തിലാണ് ബാക്കി മാവൊക്കെ അയച്ചെടുക്കേണ്ടത്, അല്ലാതെ എക്സ്ട്രാ വെള്ളം ഞാൻ ഇതിനകത്ത് ചേർക്കുന്നില്ലേ. ഇങ്ങനെയാണ് ഞാൻ ചെയ്യുന്നത്. മുമ്പ് ചെയ്തിട്ടുള്ളത് ഈ രീതി ആയതുകൊണ്ട് അതേ എനിക്ക് അറിയത്തുള്ളൂ. ഇനി വെള്ളം ചേർത്ത് കുഴയ്ക്കുന്നവർ കാണുമായിരിക്കും. അപ്പോൾ ഒരു അരമണിക്കൂറിന് ശേഷം ഞാൻ പിന്നെ സബോള ഒന്ന് തുറന്ന് നോക്കുക കേട്ടോ. അപ്പോഴത്തേക്കും അത്യാവശ്യത്തിലുള്ള നല്ല അധികം വെള്ളം ഊറി വന്നിരിപ്പുണ്ട് കേട്ടോ. കണ്ടോ, നോക്കുമ്പോൾ മനസ്സിലാവും നല്ല രീതിയിൽ സബോള അങ്ങ് ഒരു വാടിയ പരുവത്തിലായിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യേണ്ടത് ഇതിലോട്ട് കുറച്ച് സാധനങ്ങൾ, വളരെ കുറച്ച് സാധനങ്ങളും നമ്മുടെ വീട്ടിലുള്ളതുമായ കുറച്ച് സാധനങ്ങൾ നമുക്ക് ചേർക്കാവേ. ഒരു പച്ചമുളകും വേപ്പിലയും കൂടെ അരിഞ്ഞത് ഞാൻ ആദ്യം തന്നെ ചേർത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്ത് വേണ്ടത് പെരിഞ്ജീരകമാണ് കേട്ടോ. എനിക്ക് പെരിഞ്ജീരകത്തിൻ്റെ ടേസ്റ്റ് ഭയങ്കര ഇഷ്ടമാണ്. എൻ്റെ മിക്ക കറികളിലും ഞാൻ പെരിഞ്ജീരകം ചേർക്കാറുണ്ട്. പിന്നെ കുറച്ച് മുളക് പൊടിയേ, വളരെ കുറച്ച് മതി. എരിവിന് പച്ചമുളക് ഇട്ടിട്ടുണ്ട്, നമുക്കൊരു കളർ കിട്ടാനായിട്ടാണ്. അതും കാശ്മീരി. പിന്നെ ഞാൻ ഉപയോഗിച്ചത് ഗരം മസാലയാണ്, വീട്ടിൽ തന്നെ പൊടിച്ച ഗരം മസാലയാണ്. കുത്തൽ കുറവാണ്, കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുകയാണെങ്കിൽ കുറച്ച് ഇട്ടാൽ മതി, ചിലപ്പോൾ ഒരു കുത്തൽ കാണുമായിരിക്കും. പിള്ളേർക്ക് ഇഷ്ടപ്പെടുമോ എന്ന് എനിക്കറിയത്തില്ല. പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് ഇത്, നിങ്ങൾക്ക് വേണമെങ്കിൽ ചേർത്താൽ മതി. ഈ പേസ്റ്റായിട്ടില്ലെങ്കിൽ വെളുത്തുള്ളിയും ഇഞ്ചിയും കൂടെ കുനുകുനാന്ന് അരിഞ്ഞിട്ടാലും കുഴപ്പമില്ല. ഞാനപ്പം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടെ ചേർത്തിട്ട് നല്ല രീതിയിൽ ഇതങ്ങ് കുഴച്ച് സെറ്റാക്കുക കേട്ടോ.
നല്ല രീതിയിൽ നമ്മൾ കുഴച്ച് സ്പൂൺ കൊണ്ടൊന്നും കുഴച്ച് കഴിഞ്ഞിട്ട് ശരിയാകത്തില്ല. കൈകൊണ്ട് തന്നെ യോജിപ്പിക്കണം. അതിലൊന്നും ഒരു ഇതും വിചാരിക്കേണ്ട. നമുക്ക് കഴിക്കാനുള്ളത് നമ്മുടെ വീട്ടിലെ പാത്രം, നമ്മുടെ വൃത്തിയുള്ള കൈ. അതുകൊണ്ട് ഇതെന്താ കാണിക്കുന്നതെന്ന് ആരും ചിന്തിക്കാൻ വരണ്ട. ഇച്ചിരി രുചിക്കൊക്കെ കഴിക്കണമെങ്കിൽ ഇങ്ങനെയൊക്കെ നമ്മൾ കൈകൊണ്ടൊക്കെ ചേർത്ത് കുഴച്ചൊക്കെ എടുക്കണം. നമ്മൾ തട്ടുകടയിൽ നിന്നൊക്കെ കഴിക്കുന്നത് നമ്മൾ എങ്ങനെയാണ് നമുക്ക് പോലും അറിയത്തില്ല. അവർ കൈയൊക്കെ ഇട്ട് കുഴച്ച് തന്നെ നമുക്കിത് ഉണ്ടാക്കി തരുന്നത്. അപ്പോൾ കണ്ടോ, ഇത് കുഴയ്ക്കുമ്പോൾ അറിയാം വെള്ളം നല്ല രീതിയിൽ സബോളയുടെ നീരിറങ്ങി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് വേണം മാവായി ഇട്ട് കൊടുക്കാനായിട്ട്. അത് മൈദ മാവാണ് കേട്ടോ ഉപയോഗിക്കുന്നത്. നമ്മൾ ഉള്ളിവട എന്ന് പറയുമ്പോഴത്തേക്ക് ഉള്ളി കൂടുതൽ നിൽക്കണേ. എനിക്ക് ഈ മൈദയ്ക്ക് അളവൊന്നും പറഞ്ഞൊന്നും അറിയത്തില്ല കേട്ടോ. ഞാൻ കുറേശ്ശെ ഇട്ട് കുഴച്ച് നോക്കുക. ആ പരുവത്തിൽ നമ്മൾ നിർത്തുക. ഇത്രയും സബോളയ്ക്ക് ഇത്ര മാവ് അങ്ങനെയൊന്നും എനിക്ക് പറഞ്ഞു തരാൻ അറിയത്തില്ലേ. ഞാൻ കുറച്ച് മൈദ ഇട്ട് നല്ല രീതിയിലൊന്ന് കുഴച്ച് നോക്കി. അപ്പോൾ പോരെന്ന് തോന്നിയപ്പോൾ പിന്നെ കുറച്ചും കൂടെ മൈദ ഇട്ട് അങ്ങനൊരു 4 സ്പൂണോളം മൈദ ഇട്ടപ്പോഴാണ് എനിക്ക് കറക്റ്റായിട്ട് കിട്ടിയത് കേട്ടോ. കാരണം എല്ലാ സബോളയ്ക്കും നല്ല നീര് കുറഞ്ഞ സബോള കാണും, കൂടിയത് കാണും. അപ്പോൾ പിന്നെ ഈ എൻ്റെ അളവുമായിട്ട് ചേരുമെന്ന് എനിക്കറിയത്തില്ല. ഇത് നല്ല രീതിയിൽ നീര് വന്നിരുന്നത് കൊണ്ട് ഞാൻ അതനുസരിച്ച് മൈദ ഇട്ട് കൊടുക്കുക കേട്ടോ. നമ്മൾ കൈ കൊണ്ട് പിടിച്ചിട്ട് എണ്ണയിലോട്ട് ഇടാൻ പറ്റണം. മൈദയും ഉള്ളിയും കയ്യിൽ നിന്ന് ഇങ്ങനെ ഊർന്ന് പോകരുത്. അതാണ് ഒരു പരുവം എൻ്റെ മനസ്സിൽ ഇരിക്കുന്നത് കേട്ടോ. ഞാൻ അങ്ങനെ നോക്കിയിട്ടാണ് ഇതിടുന്നത്. അപ്പോൾ ഞാൻ പിന്നെയും മൈദ ഇട്ട് നല്ല രീതിയിൽ അങ്ങ് ചേർത്തെടുക്കുക കേട്ടോ. അപ്പോൾ കണ്ടോ, ഇങ്ങനെ എടുക്കുമ്പോൾ ഒരു നല്ല പരുവത്തിൽ കിട്ടിയിട്ടുണ്ടേ. അങ്ങനെ കിട്ടിക്കഴിയുമ്പോൾ നമുക്ക് കുറച്ച് കായപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. കായപ്പൊടി നേരത്തെ ഇട്ടാലും കുഴപ്പമില്ല. ഞാൻ നേരത്തെ ഇടാൻ മറന്നു പോയതാണ് കേട്ടോ. അപ്പം കായപ്പൊടിയും കൂടി ഇട്ട് നല്ലോണം നമുക്ക് യോജിപ്പിച്ച് വെക്കാം. ഇനി നമുക്ക് ചട്ടി അങ്ങോട്ട് ചൂടാക്കാൻ വെക്കാം കേട്ടോ. ചീനച്ചട്ടി അങ്ങോട്ട് വെച്ചിട്ട് എണ്ണ ഒഴിച്ച് കൊടുക്കാം. ഞാൻ സൺഫ്ലവർ ഓയിലാണ് ഇവിടെ ഉപയോഗിക്കുന്നത്. വെളിച്ചെണ്ണയ്ക്ക് നല്ല വിലയല്ലേ, അതുകൊണ്ട് ഞാൻ സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് ചൂടായപ്പം ഒരു ഉള്ളി അങ്ങോട്ട് ഇട്ട് നോക്കി കേട്ടോ, എണ്ണ ചൂടായെന്ന് അറിയാനായിട്ട്. എന്നിട്ട് ഞാൻ ഇതുപോലെ ഉണ്ട പിടിച്ചിട്ട് ഒന്നിങ്ങനെ പ്രസ് ചെയ്ത് പരിപ്പ് വട ഉള്ളിവടയൊക്കെ അതേ ആകൃതിയാക്കി എണ്ണയിൽ ഇട്ട് കൊടുക്കുവാണേ. എന്നിട്ട് പതുക്കെ തിരിച്ചും മറിച്ചും തീ കുറച്ച് വെച്ചിട്ട് മൂപ്പിച്ചെടുക്കുക. ഇത്രയേ ഉള്ളൂ പരിപാടി. വേറെ പ്രത്യേകിച്ച് ഒരു പരിപാടിയില്ല. പക്ഷേ സംഭവം കിടുവായിരിക്കുമേ. ആദ്യം 2 എണ്ണം ഇട്ട് എപ്പോഴും എന്ത് ചെയ്യുമ്പോഴും ഞാൻ ഒരെണ്ണം ആദ്യം ഉണ്ടാക്കിയിട്ടൊന്ന് കഴിച്ച് നോക്കും. എന്തെങ്കിലും ഉപ്പോ എരിവോ എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ നമുക്ക് ഇട്ട് കൊടുക്കാമല്ലോ. അപ്പം ഇതെന്തായാലും നല്ല രീതിയിൽ കിട്ടിയിട്ടുണ്ടേ. നമ്മുടെ കേശുടൻ ഇച്ചിരി നല്ലോണം ക്രിസ്പി ആയിട്ടിരിക്കുന്ന ഉള്ളിവടയൊക്കെ ഇഷ്ടം. ഉള്ളിവടയാണെങ്കിലും പരിപ്പുവടയാണെങ്കിലും എല്ലാം അത് തന്നെയാണ്. അപ്പോൾ അടുത്തത് ഇച്ചിരി നല്ല രീതിയിൽ മൂപ്പിച്ചെടുക്കാമെന്ന് ഞാൻ വിചാരിക്കുന്നു. ആദ്യത്തെ ഞാൻ എടുത്തിട്ട് ഒരെണ്ണം ഞാൻ കഴിച്ച് നോക്കി. ടേസ്റ്റ് അടിപൊളിയാണ്. ഉപ്പിൻ്റെ ഒന്നും ഒരു കുറവില്ല. ആദ്യം സബോളയ്ക്കിട്ട് ഉപ്പ് മാത്രമേ ഞാൻ ഇട്ടിട്ടുള്ളൂ കേട്ടോ. നിങ്ങളിത് ഉണ്ടാക്കി അതാ നോക്കുന്നുണ്ടെങ്കിലും ഉപ്പൊന്ന് നോക്കിയേക്കണം. അങ്ങനെ അതേ മക്കൾ വന്നപ്പോഴത്തേക്കും കട്ടൻ കാപ്പിയാണ് ഇന്നിട്ടത്. കട്ടൻ ചായയും ഉള്ളിവടയൊക്കെ സെറ്റായിട്ടുണ്ട്. അപ്പം ഞങ്ങൾ വേഗം പോയി ചായ കുടിക്കട്ടെ. അപ്പോൾ എൻ്റെ കുഞ്ഞ് ചായപ്പലഹാരം ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. ടാറ്റാ, ബൈ ബൈ, സീ യു, ഓക്കേ. എങ്ങനെയുണ്ട്? എങ്ങനെയുണ്ട്? അപ്പം മക്കൾക്ക് ഉള്ളിവട ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. എല്ലാവരും റെഡിയാക്കി നോക്കണേ. അപ്പം ലൈക്ക് തരാതിരുന്ന് കാണുന്നവരുണ്ടെങ്കിൽ വേഗം ഒന്ന് ലൈക്കും ഹൈപ്പും കമൻറ്റും ഒക്കെ തന്നെ സപ്പോർട്ട് ചെയ്യണേ. അപ്പം മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.